ശാസ്ത്രികളെ, ഓ ഇന്നത്തെ പിരിവ് എങ്ങനെയുണ്ടോ? വലിയ കുഴപ്പമൊന്നുമില്ലേ. കലുങ്ക് പണിയുന്ന കോൺട്രാക്ടർ കയ്യിൽ 2000. ആ, ചന്തയെ ടോള് പിരിക്കുന്ന ആളുടെ ഒരു 500. റോഡ് പണിയുന്ന ആരാടോ? ഐക്കരയിലെ തോമാച്ചനാണേ. അയാള് പുളിങ്കുരു ആണോ തന്നത്? അയാളും തന്നു 1000. ഇനി അധികാലം വാങ്ങേണ്ടി വരില്ല. ശേഷിച്ച കാലം നീ തരുമോ? ആട്ടം നിർത്തടോ. നിർത്തിയേ. ആ, പട്ടിയെ പൂട്ടിയോ? കൊരക്കത്തേ ഉള്ളൂ, കടിക്കത്തില്ല. ഞങ്ങൾക്ക് പേടിയാ. എനിക്കും പേടിയാ. പട്ടി എത്തുപോയി. എല്ലാരും കാത്തോട്ടൊരു പോരെ. യോഗം തുടങ്ങിക്കോ. എന്തിനാ വേറെ പട്ടി? കറക്റ്റ്. എന്തുവാടോ ഇത്? ആ, സുധിമനെ വാ, ഇരിക്കേ. ആ സമയത്ത് ഇങ്ങനെ ഇറങ്ങി നടക്കാവോ? മിസ്റ്റർ വെളിച്ചപ്പാട് പറഞ്ഞു കേട്ടില്ലേ? എത്ര നാളെന്ന് വിചാരിച്ച പേടിച്ച് വീട്ടിലിരിക്കുന്നത്? ചാകുന്നെങ്കിൽ അങ്ങ് ചാകട്ട്. പ്രസിഡന്റ്, ഞാൻ കൂടെ ഉള്ളപ്പോൾ ഇവന് യാതൊന്നും സംഭവിക്കില്ല. ആ, ശരിയാ. നിന്നെ കണ്ട കാലം പോത്തടക്കം പേടിക്കും. തമാശയാണെങ്കിലും പ്രസിഡന്റ് പറഞ്ഞത് സത്യമാ. ഇവൻ ജനിച്ചേ പിന്നെ ഒരൊറ്റ മരണം പോലും ഇവന്റെ വീട്ടിലുണ്ടായിട്ടില്ല. കഷ്ടം. അധികം തമാശ എടുക്കല്ലേ. വന്ന കാര്യം പറടാ. എനിക്ക് പോണം, ഉറക്കം വരുന്നു. ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമോ? ഉപകാരോ? അയ്യോ, ചുമ്മാ വേണ്ടപ്പാ, കമ്മീഷൻ തരാം. എന്താന്ന് വെച്ചാ പറഞ്ഞ ഓർഡർ ഇപ്പോഴത്തേക്ക്. നമ്മുടെ പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ ഒരു കുറവ് അനുഭവപ്പെടുന്നില്ലേ? സംസ്കാരത്തിന്റെ ആയിരിക്കും. ഉത്തമ, നീ അധമന്റെ പണി കാണിക്കരുത്. എന്തിന്റെ കുറവാണ് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക്? പറയൂ, ഈ പ്രസിഡന്റ് ചേട്ടൻ പരിഹരിച്ച് തരും. സാംസ്കാരിക നിലയത്തിൽ TV ഉണ്ടല്ലോ. ആ, ഉണ്ട്. ഒരു കേബിൾ കണക്ഷൻ എടുത്താൽ ഞങ്ങൾക്കൊരു ഉപകാരമാകും, പ്രസിഡന്റിന് പേരുമാകും. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ആവട്ടെ? പ്രശസ്തനും പ്രതിഭാസമ്പന്നനും സകലകലാ വല്ലഭനുമായ ഒരു അതിഥിയെ കൊണ്ടുവേണം അത് ഉദ്ഘാടനം ചെയ്യിക്കാൻ. ആയിക്കോട്ടെ. നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ തന്നെ ആവാം. പോയോ ശാസ്ത്രിയോ? ആ, പണ്ടാരും പോയോ? എനിക്ക് വയ്യാണ്ടായി വരെ രാവണിയെ. അതിനു മുമ്പ് ഇവന്റെയും നന്ദിനിക്കുട്ടിയുടെയും കല്യാണം അങ്ങ് നടത്തണം. അതെ, നന്ദിനിക്കുട്ടി ഇങ്ങി വന്നു കഴിയുമ്പോ മുത്തശ്ശിക്ക് സമാധാനാവും അല്ലേ അച്ഛാ? ആ കാട്ടുകളന്റെ മോളെ കൊണ്ട് എന്റെ മോനെ കെട്ടിക്കാനോ? കുഞ്ഞുനാളിലെ പറഞ്ഞു വെച്ച കാര്യല്ലേ രാവണി. പിന്നെ ഇവന്റെ അമ്മ ലക്ഷ്മിക്കുട്ടി കണ്ണടയ്ക്ക് മുമ്പ് പറഞ്ഞതൊക്കെ ഈ മറന്നു പോയോ? പണ്ടുണ്ടതും പാളെ തുറിയൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കുഞ്ഞുനാളിൽ അങ്ങനെ പലതും പറഞ്ഞിരിക്കും എന്ന് വിചാരിച്ചാ അതൊക്കെ ഇപ്പൊ ചെയ്യാൻ പറ്റുമോ? എനിക്കിപ്പോ കല്യാണം ഒന്നും ആരും ആലോചിക്കണ്ട. അതെ, സമയാവുമ്പോ ആലോചിക്കാം. എന്റെ ചേട്ടന് കൊടുക്കാന്ന് പറഞ്ഞ സ്ത്രീധന തുക ബാക്കി കൊടുത്ത് ഞങ്ങളെ എങ്ങോട്ട്? ഇനി 5 പൈസ അവന് കൊടുക്കില്ല. ഏരണം കെട്ടവൻ. ഇങ്ങ് വരട്ടെ. വേണ്ടി വന്ന ഈ ബന്ധം ഞാൻ വേണ്ടെന്ന് വെക്കും. ചേച്ചി അങ്ങോട്ടിരുന്നേ. ചേട്ടന് കൊടുക്കാനുള്ള പൈസ കുറേശ്ശെ ഞാൻ കൊടുത്തോളാം. നമ്മുടെ കേബിൾ TV അങ്ങ് പച്ച പിടിച്ച് വരികയല്ലേ. ശുക്രിയ. പ്രേതങ്ങളുടെ ശബ്ദം. പ്രേതങ്ങളൊക്കെ ഉറങ്ങാൻ പോയി. അച്ഛൻ പോയി കിടന്നാട്ടെ. മനുഷ്യരെ പേടിപ്പിക്കുന്ന ഈ പുരാവസ്തുക്കളൊക്കെ കൂടി വെട്ടി അരിയും ഞാൻ. പിന്നെ മേരാ ഭാരത് മഹാൻ. പേടിത്തൊണ്ടൻ. കിടാവേ, കിടാവേ. രാവ് നിന്റെ അപ്പൂപ്പൻ. സുധി വേണ്ട കേട്ടോ. ഇനി എന്റെ കിടാവ് പൊക്കോ പൊക്കോ പൊക്കോ. അങ്ങനെ ഇപ്പൊ പോണില്ല. ഓഹോ, എന്നാ നീ ഇവിടെ നില്ല്, ഞാൻ പോകാം. പോവും. ഇത് സുധിക്കായിട്ട് കൊണ്ടുവന്നതാ. ഇത് മുഴുവൻ തിന്നിട്ടേ ഞാൻ പോകത്തുള്ളൂ.
ആഹാ. എന്റെ പൊന്നു നന്ദിനിക്കുട്ടിയെ, ഇതിന് പകരമായി നിനക്ക് ഞാൻ ഒരു കെട്ട് പുല്ല് വാങ്ങിത്തരട്ടെ? അത് പറ്റില്ലെങ്കിൽ കാലിത്തീറ്റ വാങ്ങിത്തരാം. അയ്യോ, അതും പറ്റില്ല. കാലിത്തീറ്റ മുഴുവൻ നമ്മുടെ ഒരു മന്ത്രി അങ്ങ് തിന്നു. ഇതൊക്കെ അല്ലാതെ എന്റെ കിടാവേ നന്ദിനിക്കുട്ടിയെ, നിനക്ക് ഞാൻ എന്താ വാങ്ങിത്തരാ? കോമംഗലി കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ കൃഷ്ണ കൃഷ്ണ. ഇവനിത് എവിടെ പോയി കിടക്കുക? എന്റെ കുന്നത്തൂർ ഭഗവതി, എന്റെ കുഞ്ഞിനൊരാപത്തും വരാതെ കാത്തോണേ. ഓ, എന്റെ തള്ളേ, അറം പറ്റുന്നൊന്നും ഇങ്ങനെ പാടാതെ. അച്യുതാനന്ദ ഗോവിന്ദ കണ്ടങ്ങിരിക്കും ജനങ്ങളിൽ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. കണ്ടങ്ങിരിക്കുന്നതും കണ്ടില്ലെന്ന് വരുത്തുന്നതും ഭവാൻ. എന്റെ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയ പ്രസന്ധിക്ക് കിടന്ന് പേ പറയില്ലേ രാവണിയെ, അവനൊരു ആപത്തും വരില്ല. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇവനിത് എവിടെ പോയി കിടക്കുക? യമദേവാ, ഭഗവാനെ, എന്റെ മോനെ ഉടനെയൊന്നും കൊണ്ടുപോകരുത്. അവനെ കുറച്ചു കാലം കൂടി ജീവിക്കാൻ അനുവദിക്കണേ. ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം. അച്ഛാ, അച്ഛനിത് എന്ത് പറ്റി അച്ഛാ? നീയായിരുന്നോ? പിന്നെ ഇത്ര ഇരുട്ടും വരെ നീ എവിടെയായിരുന്നടാ? മനുഷ്യനെ പേടിപ്പിച്ചോളന്നല്ലോ. എന്റെ അച്ഛാ, നാളെ കമ്മ്യൂണിറ്റി ഹാളിൽ കേബിൾ കണക്ഷൻ ഉദ്ഘാടനമാ. അതിന്റെ കൂടെ 1-2 കണക്ഷൻ വേറെ ഉണ്ടായിരുന്നു. അച്ഛന്റെ മനസ്സിൽ തീയ മോനെ. കുന്നത്തുരമ്മയെ വിളിച്ചോണം ഏതു നേരവും. വെളിച്ചപ്പാട് പറയുന്നത് കേട്ട് എന്റെ പൊന്നമ്മ വിഷമിക്കണ്ട. അച്ഛന്റെ വിളിപ്പുറത്താ കുന്നത്തുരമ്മ. കണ്ടോ, പറഞ്ഞു നാവെടുത്തില്ല. എന്റെ മോന് 100 ആയുസാ. ഭഗവാനേ കൃഷ്ണ ഗുരുവായൂരപ്പ. സ്റ്റോപ്പ്. വണ്ടി പോട്ടെ വണ്ടി പോട്ടെ വണ്ടി പോട്ടെ. നന്ദിനിക്കുട്ടിയെ, ഒന്നിറങ്ങിക്കേ, 1 മിനിറ്റ്. എന്താ സ്ഥിതി? എന്റെ തോന്നലാണോന്നറിയില്ല, ഒരു ചാണക മണമില്ലേ? നീ എന്നെ അടിച്ചല്ലേ? ഉമ്മക്കിടി. പിന്നെ വെക്കും വെക്കും. വെക്കത്തില്ലേ? ഇല്ല വെക്കത്തില്ല. ഇല്ല ഇല്ല ഇല്ല. ആഹാ, കുടുംബത്തിലെ അടുത്ത ആണ്ടരി അപമൃത്യു ദുർമരണം മോച്ചോ മോച്ചോ അപമൃത്യു ദുർമരണം മോച്ചോ മോച്ചോ വേമച്ചോ.